അപ്പൊ ഇനി അടുത്ത ടീം വട്ടപ്പാട്ട്. എവിടെ മണവാളൻ? എവിടെ? മണവാളോ? മണവാളിനെ ഞാൻ പെട്ടെന്ന് ഇപ്പൊ നേരത്തെ നോക്കിയപ്പോ മണവാളിനെ കാണുന്നില്ല. മണവാളൻ പുറകിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. ഈ മണവാളൻ കൊള്ളാം. യെസ്. ഏതാ ജില്ല? ഏതാ? തൃശ്ശൂര്. ഇപ്പൊ കോഴിക്കോട് പോയാ കണ്ടോ? കപ്പ് എടുക്കുമെന്നാ പറയുന്നത്. കപ്പ് കൊടുക്കുവോ? കപ്പ് കൊടുക്കുന്നില്ല. ഉറപ്പാ? അവരൊരു കൊല്ലത്തേക്ക് ചോദിച്ചാൽ കൊടുക്കുവോ? തൽക്കാലത്തേക്ക് നിങ്ങൾ ഇപ്പം തൃശ്ശൂര് എനിക്ക് തോന്നുന്നു 618 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താ. 2 ദിവസം കൂടെ ഉണ്ട്, കയറി വരുമല്ലേ? അതിനു മുമ്പ് തിരുവനന്തപുരം ഫസ്റ്റ് അടിക്കും. തിരുവനന്തപുരം പിള്ളേര് പറഞ്ഞു പപ്പനാവിന്റെ പിള്ളേര് കപ്പ് തൂക്കുമെന്ന്. തൃശ്ശൂരിന്റെ പിള്ളേര് പറയുന്നു ശക്തന്റെ പിള്ളേര് കപ്പ് തൂക്കുവോ? ശക്തന്റെ പിള്ളേര് കപ്പ് തൂക്കും. കപ്പ് തൂക്കേണ്ട കാര്യമില്ല, ഇപ്പം കയ്യിലുണ്ട്. അവിടെ നനക്കാൻ സമ്മതിക്കരുത് അല്ലേ? അവിടെ തന്നെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആരാ പാട്ട് പാടുന്നവരാ? യെസ്. അപ്പൊ ആ മൈക്ക് അങ്ങോട്ട് കൊടുത്തു. നേരെ പരിപാടിയിലേക്ക്, നമുക്ക് വൈകാതെ നേരെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോ പേരെന്ന് പറയാം. ആരംഭരാഗമോടെ മനസ്സിൻ നിഷ്കല തേടണ നാള്. ആരംഭരാഗമോടെ മനസ്സിൻ നിഷ്കല തേടണ നാള്. രാക്കുയിൽ മൂളണ ശീലിൽ മനതാരിൽ കുളിരേകണ നാള്. ഭൂവിയിൽ ചേർന്നു നിൽക്കാൻ മാരൻ യൂസുഫ് കൊതിയിടും നാള്. സുബർഗത്തി തേരിലേറി മലായിക്കും കൂട്ടിനേറി. നിലാവിന്റെ ശോഭയാലേ കൊതിയൂറും നാള് ബന്ധേ, നിക്കാഹിന്റെ നാള് ബന്ധേ. തകർത്തല്ലേ? മണവാളന്റെ ചിരി ഹൈലൈറ്റാ. മണവാളന്റെ പേരും ഹൈലൈറ്റാ. മണവാളന്റെ പേര് മുഹമ്മദ് മുസ്തഫ. അതാണ് മണവാളന്റെ പേര്. ഇനി നമുക്ക് അവിടുത്തെ പേര് ചോദിച്ചു വരാം അല്ലേ? അതിപ്പോ മണവാളൻ പേര് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ അവന് മൈക്ക് കൊടുത്തത്? ശരി, പിന്നെ അങ്ങോട്ട് മൈക്ക് കൊടുത്തേക്ക്. വിനായക്, ആദിൽ, അമീർ, ഷാഹിസ്, നിസബ്, ബാസിത്ത്, അബിയാൻ, അമീർ എന്നാ പറഞ്ഞേ. ഞങ്ങൾക്ക് ഒരു അമീർ ഉണ്ട്. നമുക്കും അമീറുണ്ട്. അമീർ ഇവിടെ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും. അതെ. അപ്പം നമുക്ക് മണവാളിന്റെ കയ്യിൽ തന്നെ ഒന്നും കൂടെ മൈക്ക് കൊടുക്കുന്നു. മണവാളാ, എത്ര കാലം കൊണ്ടാ ഇത് പഠിച്ചെടുത്തേ? 6 മാസം കൊണ്ട്. ശരിക്കും പറഞ്ഞാലേ മണവാളിനല്ലേ ഇതിൽ സുഖം? ചിരി വാരി വെതറിയാ പോരെ എന്നാ നിങ്ങൾക്ക് തോന്നിയോ? എന്ത് സുഖമല്ലേ അവന്? ബുദ്ധിമുട്ടല്ലേ എപ്പോഴും ചിരിച്ചു വെക്കുന്ന ബുദ്ധിമുട്ടല്ലേ? അതെ, അത് അവൻ അറിയാൻ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാലും നിങ്ങളത് പറ, സുഖമല്ലേ അവന്? നിങ്ങൾക്കുള്ള ആ പണി ഇവിടെ ഇല്ലല്ലോ. അസൂയ തോന്നിയോ? നിങ്ങൾ ഇടക്കിടക്ക് പറയാനുണ്ടോ നിനക്കാണ് സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ഹൈലൈറ്റ് ആണല്ലേ? ഓ, അതിലാണ്. അതെ, ആ ചിരി അങ്ങനെ അങ്ങ് വെച്ചേക്കുവാ. ചിരി വിട്ടിട്ടില്ല. യെസ്. അപ്പം തൃശ്ശൂരിന്ന് കപ്പ് അനക്കുന്നില്ല. തൃശ്ശൂര് തന്നെ ശക്തന്റെ പിള്ളേര് കപ്പ് തൂക്കും അല്ലേ? തൃശ്ശൂർ തന്നെ. ഇനി വേറെ ഏതെങ്കിലും ഇവന്റ് ഉണ്ടോ? തൃശ്ശൂരിനെ കൊണ്ടോളം എന്തായാലും 2 ദിവസം സമയമുണ്ട്. 618 പോയിന്റ്. മുമ്പിൽ 635 പോയിന്റ്. അവിടെ കണ്ണൂരാ. അപ്പൊ അടിക്കൂല്ലേ? അവരെ കേറി നമ്മടിക്കും. തൃശ്ശൂർ അടിക്കും. കോൺഫിഡൻസ്, ഫുൾ കോൺഫിഡൻസ്. അപ്പൊ താങ്ക് യു മക്കളെ. എന്തോ അവനെന്തോ പറയാനുണ്ട്. ഞങ്ങളെ HM നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങളെ പരിപാടിക്ക്. ഞങ്ങളെ ഫുൾ HM ഹെഡ് മിസ്ട്രസ്
പേര് പേര് എന്റെ പേര് സാവിത്രി. ആ? സാവിത്രി. സാവിത്രി. യെസ്. സ്കൂൾ ഏതായിരുന്നു? GHSS വലപ്പാട്. മലപ്പാട്. യെസ്. അപ്പം പിള്ളേര് കുറെ കാലമായോ? ഞങ്ങളുടെ കുട്ടികള് ജൂലൈ മാസം തൊട്ട് തുടങ്ങിയതാണ്. അവര് രാത്രി ഒരു 9 മണി വരെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇപ്പൊ ജില്ലാതല മത്സരം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇതിപ്പോ A ഗ്രേഡ് അല്ലേ നേടേണ്ടതുള്ളൂ. അപ്പൊ അതെന്തായാലും ഒരു വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. അപ്പം തൃശ്ശൂരിനല്ലേ കപ്പ്? അത് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്കല്ലേ കപ്പ് കിട്ടിയത്, ഈ വർഷം ഉണ്ടാവുന്നുള്ളൂ വിചാരിക്കുന്നു. അതെ. അപ്പൊ പിള്ളേര് ഒരു കാര്യം കൂടി പറയേണ്ടത്, നമുക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 23 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. നാളെ കോൽക്കളിയുണ്ട്. ഒപ്പം എന്റെ ഒരു കുട്ടി കൂടിയുണ്ട്. 3 രചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത അഭിനവുണ്ട്. അവരെയും കൂടി ഇവിടെ ഉണ്ടോ? ഏതായിരുന്നു ഇനം? ഇനം ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്. ഈ നാലെണ്ണത്തിന് A ഗ്രേഡ് കിട്ടിയോ? ഈ ഇപ്പൊ 2 റിസൾട്ട് വന്നിട്ടുണ്ട്. ചിത്രരചന, ജലച്ചായവും പെൻസിൽ ഡ്രോയിങ്. പേരെന്തായിരുന്നു? അഭിനവ്. എത്രയിലാ? ഞാൻ +2. എല്ലാരും എത്ര? ബാക്കിയുള്ളവരൊക്കെ +1. എല്ലാരും HSS ആണ്. +2 +1 മിക്സ്ഡ് ആണ് ഇതിനകത്ത്. 2 +2 ബാക്കി +1 അല്ലേ? മോൻ +1 അല്ലേ? +2. അപ്പം ഇനി അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തകർക്കണം അല്ലേ? അതെ. അപ്പൊ +2 അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തകർക്കുക. +1 അടുത്ത കൊല്ലം വരിക സംസ്ഥാന നമ്മൾ ഒരു അഭിമാന നിമിഷമാണ്. കാരണം നമ്മുടെ 23 കുട്ടികൾ 5 ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് ഏറെ സന്തോഷം തന്നെയാണ്. നാളെ അപ്പൊ കോൽക്കളി കഴിഞ്ഞിട്ടേ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. അതെ, നമുക്ക് തകർക്കാം അല്ലേ? ഓക്കെ അല്ലേ? നാളെ കാണത്തില്ലേ കോൽക്കളി? നിങ്ങൾക്കുണ്ടോ കോൽക്കളി? ആർക്കെങ്കിലും ആ ടീമിലുണ്ടോ? ആരെങ്കിലും കോൽക്കളി ടീമിൽ ആരുമില്ല. നിങ്ങളും പോരി കേട്ടോ. മണവാളൻ പ്രത്യേകം വരണം. മണവാളനെ ഞാൻ നോട്ട് ചെയ്ത്. അതെ. അപ്പം താങ്ക് യു. അപ്പം ഇനി അടുത്തെന്താ? ഒരു ആൺപടയുടെ പെർഫോമൻസ് കഴിഞ്ഞു. അടുത്ത ടീം ആരാണ്?